ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ കുറേ ആയി യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ട് ഇപ്പം വരും, ഇതാ വരുന്നു, പിന്നെ വരും, ആ വിഷയങ്ങളൊക്കെയാണ് സാധാരണ മീഡിയയിലൂടെ നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ ഏകീകൃത സിവിൽ കോഡിനെ ഭയക്കുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്? അവരെന്തുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡിനെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ധാരാളം കെട്ടാനും ഒഴിവാക്കാനും മാതാപിതാക്കളുടെ സമ്പത്തില് പെൺമക്കൾക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി എടുക്കാനും ഒന്നും പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണോ ഇവരുടെ വിഷയം? അതോ ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചതുപോലെ സിവിൽ നിയമങ്ങൾ ഏകീകരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ചില ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്ന ഭയമാണോ? ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നാൽ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതരഹിതർക്കും എല്ലാവർക്കും ഇന്ത്യ എന്ന കുടക്കീഴിൽ ഒരേ തണലായിരിക്കും ലഭിക്കുക. പക്ഷെ അതല്ല, ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി വേണം എന്നത് ആർക്കാണ്, എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് ജമാഅത്തുൽ ഉലമാ ഹിന്ദ് അധ്യക്ഷൻ അർഷദ് മദനി ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് എതിർക്കുമെന്നും അത് ഞങ്ങൾ സ്വീകരിക്കില്ല എന്നും അർഷാദ് മദനി പറയുന്നത്. ഇത് അർഷാദ് മദനിയുടെ മാത്രം അഭിപ്രായമാണോ? ഇവർക്കൊരുപാട് ഉലമാ ബോർഡുണ്ട്, ഇവർക്കൊരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് ജമാഅത്തുകാരും വഖഫുകാരും ഉണ്ട്. നമുക്ക് അറിയുന്ന ആ സംഘടനകൾ മാത്രമല്ല, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡോ ഉലമാ ബോർഡോ വഖഫ് ബോർഡോ മാത്രമല്ല, നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം ബോർഡുകളും മെമ്പർമാരും അധ്യക്ഷന്മാരും ഇവർക്കുണ്ട്. അതിനകത്ത് ഒളിഞ്ഞിരുന്നു കൊണ്ട് ഒളിയമ്പുകൾ എയ്ത് സമാന്തരമായിട്ടുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുകയും ഒരു ഭരണഘടന സ്ഥാപിക്കുകയും അതിനനുസരിച്ച് ഈ രാജ്യത്ത് വിധി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ബോർഡുകളുണ്ട് ഇവർക്ക്. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ അവരുടെ തനിനിറം പുറത്തു വരൂ എന്നതേ ഉള്ളൂ. കഴിഞ്ഞ 1300 വർഷമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തി നിയമങ്ങളുണ്ട് എന്നാണ് അർഷാദ് മൗലവി പറഞ്ഞത്. അർഷാദ് മദനിക്ക് ഈ 1300 വർഷമായി അവർക്ക് അവരുടേതു മാത്രമായിട്ടുള്ള അള്ളാഹുവും നബിയും ഉണ്ടാക്കിയ മതനിയമങ്ങളാണുള്ളതെങ്കിൽ, അവർക്ക് ഇസ്ലാമിൻ്റെതായിട്ടുള്ള വ്യക്തി നിയമങ്ങളാണുള്ളതെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ജനാധിപത്യത്തെ അംഗീകരിക്കാൻ കഴിയുന്നത്? ഇവരെങ്ങനെയാണ് ജനാധിപത്യം അംഗീകരിച്ച് ഈ രാജ്യത്ത് ആ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിക്കുന്നത്? ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുമെന്ന് അർഷാദ് മദനി പറയുന്നു. എന്നാൽ യൂണിഫോം സിവിൽ കോഡിനെതിരെ പ്രതിഷേധിക്കാൻ തെരുവിലിറങ്ങാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു സർക്കാരും ഇത് ചെയ്തില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും അകന്നു പോകുമെന്നും മദനി പറയുന്നു. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഈ സ്വതന്ത്ര ഭാരതത്തിൽ ജനാധിപത്യ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് തന്നെയല്ലേ പ്രത്യക്ഷമായി പറയുന്നത്? തെരുവിലിറങ്ങാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഇറങ്ങേണ്ടി വന്നാൽ ഞങ്ങൾ ഇറങ്ങുമെന്നൊരു ധ്വനി തന്നെയാണ് അതിനകത്തുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തി നിയമങ്ങൾ മതി. നിങ്ങൾ ഉണ്ടാക്കുന്ന കാഫിറുകൾ ഉണ്ടാക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള വ്യക്തി നിയമങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. 1300 വർഷമായി ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മതനിയമമാണ്. ആ മതനിയമം മാറ്റാൻ നിങ്ങൾ ആരാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഞങ്ങൾ ആ മതനിയമം അനുശാസിക്കും വിധം ജീവിതം ക്രമീകരിക്കും. യൂണിഫോം സിവിൽ കോഡ് അനാവശ്യമാണ്, അപ്രായോഗികമാണ്, രാജ്യത്തിന് അങ്ങേയറ്റം ഹാനികരമാണ് എന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറയുന്നു എന്നതാണ് അദ്ദേഹവും പറയുന്നത്. എന്താണ് യൂണിഫോം സിവിൽ കോഡ് അനാവശ്യമായി മാറുന്നത്? കാരണം വിവാഹവും വിവാഹമോചനവും അനന്തരാവകാശവും വഖഫും ട്രസ്റ്റും അതുപോലെ ദത്തും തുടങ്ങിയ നിയമങ്ങളൊക്കെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേ നിയമം വന്നാൽ ഇവർക്ക് മാത്രം ചില സ്പെഷ്യാലിറ്റീസ് കിട്ടത്തില്ലല്ലോ. എന്താണിത് അപ്രായോഗികമാണെന്ന് പറയുന്നത്? ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചപ്പോൾ അത് അപ്രായോഗികമായിരുന്നില്ലല്ലോ. ബാങ്ക് നിയമങ്ങൾ, റോഡ് നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, ഇൻകം ടാക്സ് നിയമങ്ങൾ, ഇലക്ട്രിസിറ്റി നിയമങ്ങൾ, ഇതെല്ലാം എല്ലാ മതവിഭാഗത്തിനും ഈ രാജ്യത്ത് ഒരേ നിയമമാണ്. ശിക്ഷാ നിയമം, ക്രിമിനൽ നിയമം, ഇതൊക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സിവിൽ നിയമങ്ങൾ ഏകീകരിക്കാനും സിവിൽ നിയമങ്ങൾ പ്രായോഗികമാക്കാനും സാധിക്കാത്തത്? എന്തുകൊണ്ടാണ്? രാജ്യത്തിന് അങ്ങേയറ്റം ഈ നിയമം ഹാനികരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ ഒരു രൂപത്തിലും ബാധിക്കുന്നതല്ല ഇതൊന്നും. ഇത് പ്രായോഗികവുമാണ്,
ആവശ്യവുമാണ്, ഹാനികരമാണ് മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഒഴിവാക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഒരു നിയമത്തിനു മേലെ വിധിക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കുന്ന നിയമത്തിനു മേലെ വിധിക്കാൻ ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആരാ? മുസ്ലിം വ്യക്തി നിയമം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് എന്നും അതിനകത്ത് യാതൊരു മാറ്റങ്ങളും വരുത്താൻ മുസ്ലിങ്ങൾക്ക് പോലും അധികാരമില്ലെന്നും ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, ഇത് പാകിസ്ഥാനല്ല, ഇത് ഇറാനല്ല, ഇത് സ്വതന്ത്ര ഭാരതമാണ്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വന്ന നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് സൗദി അറേബ്യയിൽ പോലും പോയി പറയാൻ പറ്റില്ല. നബി ജനിച്ചു എന്ന് പറയുന്ന മക്ക രാജ്യത്തോ മദീനയിലോ പോലും, നബി മരിച്ച നാടായ മദീനയിലോ പോലും നിങ്ങൾക്ക് ഈ നിയമം ഇങ്ങനെ തന്നെ പ്രാവർത്തികമാക്കണം എന്ന് പറയാൻ പറ്റില്ല. ക്രിമിനൽ നിയമങ്ങൾക്ക് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അത് മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നോ? അത് മാറ്റാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നോ? അധികാരമുണ്ടായിരുന്നോ? ആ നിയമങ്ങൾ എന്തേ ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ നിയമങ്ങളായിരുന്നില്ലേ? ആ നിയമങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരണഘടനാ നിയമങ്ങളുമായി മാറ്റുരച്ചു നോക്കാത്തത്? ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലുന്ന നിയമങ്ങളൊക്കെ ഖുർആനിൽ നിന്ന് വന്നതാണല്ലോ. ആ ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ച സമയത്ത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എവിടെയായിരുന്നു? ആ ലോ ബോർഡിന് ആ സമയത്ത് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ലായിരുന്നോ? ഞങ്ങളുടെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞ വ്യക്തി നിയമത്തിൽ ഇടപെടാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത് എന്ന് ചോദിച്ച് നിങ്ങൾക്ക് രംഗത്ത് വരാമായിരുന്നല്ലോ. ഇനിയും വരാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പടച്ചോൻ തന്ന നിയമവും ആ നിയമം വികസിപ്പിച്ച് തന്ന പ്രവാചകൻ ഉണ്ടാക്കി തന്ന നിയമങ്ങളും മതി ഞങ്ങൾക്ക് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും ആ രൂപത്തിലുള്ള പ്രതികാര നടപടികളും പ്രതിക്രിയകളുമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ഇനിയും നിങ്ങൾക്ക് രംഗത്തിറങ്ങാമല്ലോ. ഇത് പണ്ട് തന്നെ നിങ്ങൾ ഇവിടെ പറയണമായിരുന്നു. ഞങ്ങൾക്ക് ഖുർആനും ഹദീസും അനുസരിച്ചിട്ടുള്ള നിയമം മതി, ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഒരു നിയമവും വേണ്ട, ഈ രാഷ്ട്രത്തിന്റെ നിയമാവലികളെ ഒന്നും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയണമായിരുന്നു. വ്യക്തി നിയമം കൊണ്ട് നിങ്ങൾക്ക് സമ്പൂർണമാണെങ്കിൽ നിങ്ങൾ സമ്പൂർണമായ മുസ്ലിം രാഷ്ട്രത്തിൽ പോയിട്ടാണ് ജീവിക്കേണ്ടത്. അവിടെയാകുമ്പോൾ നിങ്ങൾ വ്യക്തി നിയമത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ വ്യക്തി നിയമത്തിന് വേണ്ടി കിടപിടിക്കേണ്ട കാര്യമില്ല, അതിനുവേണ്ടി നിങ്ങൾ ഈ രൂപത്തിൽ ഒരു പ്രസ്താവനയും ഇറക്കേണ്ട കാര്യമില്ല. അതല്ലാതെ തന്നെ ഈ നിയമം നിങ്ങൾക്ക് അവിടെ പ്രാവർത്തികമായി കിട്ടുമല്ലോ. ആ രൂപത്തിൽ കാക്ക വേഗം പോകേണ്ടത് സിറിയയിലേക്കാണ്. സിറിയയിലേക്കാകുമ്പോൾ ദാ തുറന്ന ജയിലുകൾ ഉണ്ടെന്ന്. 1 ലക്ഷത്തോളം ആളുകളെ കശാപ്പ് ചെയ്ത അറവശാലകളുണ്ട് അവിടെ. ഈ നിയമവും തലയിൽ വെച്ച് നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് നടന്നു പോകാമല്ലോ കാൽനടയായിട്ട്. ഇന്ത്യ മഹാരാജ്യം ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ ഈ രാജ്യത്ത് ജീവിച്ചാൽ മതി എന്ന് പറയാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കണം. മതനിയമമാണ് വേണ്ടതെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനും പറ്റണം. മുസ്ലിങ്ങളുടെ അഭിപ്രായം നോക്കി ഖുർആനും ഹദീസും നോക്കി നിയമം തരംതിരിക്കാൻ ഇത് പാകിസ്ഥാൻ അല്ല എന്ന് ഈ മദ്രസാ ബുദ്ധികൾക്കൊന്ന് ഓർമ്മിപ്പിച്ചു നൽകാനെങ്കിലും നമ്മുടെ സർക്കാരുകൾ തയ്യാറാകേണ്ടതില്ലേ? നന്ദി.